ഈ തൃശ്ശൂർ ഏരിയയിൽ, അതായത് ഈ വടക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൗൺഷിപ്പെല്ലാം വിട്ട് കഴിഞ്ഞ് ഇതേപോലെ പഴയ കാലത്ത് ധാരാളം വീടുകൾ കാണാം. ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഒതുങ്ങിയ ചെറിയൊരു ക്ഷേത്രം അല്ലേ. രാഷ്ട്രദീപികയുടെ തൊട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അതൊക്കെ ഒരു ഭംഗിയുണ്ട്. ഈ ഭാഗത്ത് അതിൻ്റെ ഒരു പഴമ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലെ റോഡിൽ നിന്നുകൊണ്ടായി വീഡിയോ ചെയ്തു തുടങ്ങുന്നത്. തൊട്ടിലെ റോഡ് എന്ന് പറയുമ്പോൾ, തൊട്ട് ഫ്രണ്ടിലെ റോഡ് എന്ന് പറയുമ്പം നമ്മൾ നേരെ ടൗണിലേക്ക് കയറുന്ന റോഡല്ല, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ആകുന്നുണ്ട്. ഇന്ന് ഡേറ്റ് ജനുവരി 22 വ്യാഴാഴ്ച. ഇപ്പോൾ ഞാൻ ടൗണിലേക്ക് ഫസ്റ്റിലേക്ക് കയറുന്നില്ല. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുവഴിയൊക്കെ നടന്ന് എനിക്ക് തോന്നുന്നു മുൻപ് ഇതുവഴി ഇങ്ങനെ പോയ സമയത്ത് ഒരു പഴമ ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു, കുറേ വർഷം മുമ്പ്. അപ്പോൾ അന്നേന്ന് വിചാരിച്ചാണ് ഇതിങ്ങനെ ഇവിടെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അതാണ്, ആ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലേക്കൊരു വഴിയുണ്ട്, നമുക്ക് ഈ ഒരു വഴി ഒന്ന് പോയി നോക്കാം. ഓക്കെ. ഇത് റെയിൽവേ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ 2ാം നിലയിൽ ഒരു ചെടി ഇങ്ങനെ പടർന്നിരിക്കുന്നുണ്ടോ. ഇത് ആ ബോഗൻവില്ലയല്ലേ, ഇതല്ലേ ആ സാധനം? അതിനകത്താണ് കേട്ടോ, ചെടിച്ചട്ടിയിലിങ്ങനെ വളർത്തിയിരിക്കുകയാണ്. കാര്യം അത് ആ ഗ്രില്ലിനകത്തൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു രസമുണ്ട്, കാഴ്ചയുണ്ട്. റെയിൽവേ മെയിലിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അയലോമൈ തൃശ്ശൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ നമുക്ക് കാണാം. പിന്നെ പൂക്കളെല്ലാം നന്നായിട്ടിങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഡെയിലി നല്ല വാട്ടറിങ് ഉണ്ട്, അത്ര നല്ല പച്ചപ്പായിട്ട് കിടക്കുകയാണ്. പഴയ വീടുകളിലെ ഇതിനകത്ത് ഈ തൃശ്ശൂർ ടൗണിനകത്ത് തന്നെ ഇതേപോലെ പഴയ ബിൽഡിംഗ് ഒരുപാടുണ്ട് കേട്ടോ. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പേ ആൻഡ് പാർക്കിങ്. ഇത് ഈ റൂട്ട് എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, നമ്മളെല്ലാം ഗാർഡൻ കണ്ടില്ലേ, അവിടുന്ന് ഇങ്ങോട്ട് ഉള്ളോട്ട് കിടക്കുന്ന വഴിയാണ് കേട്ടോ. ഇതാണ് സാധനം. ഇതാ ഇവിടെയുണ്ട്, ഇതാണ്ട് ഈ ബിൽഡിങ് ടോയ്ലറ്റ്സ്, പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്സ് ആണ് കേട്ടോ. ഇതായത് നോക്കിയേ, ചതുപ്പ് പോലെ കിടക്കുന്നൊരു ഭാഗമാണ് കേട്ടോ, നല്ല ഗ്രീനിഷാണ്. അത് ഈ പുല്ല് നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് പഴയൊരു വയലായിരുന്നു തോന്നുന്നു. നല്ല കട്ട വെയിലാണെങ്കിലും ഇതുവഴി ഇങ്ങനെ നടക്കാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അധികം നമ്മളിങ്ങനെ വ്ളോഗിൽ നിന്ന് അധികം അങ്ങനെ കാണാത്തൊരു പ്ലേസ് പോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ അങ്ങേറ്റത്തിന് ആ ഭാഗത്തിന് അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്. ഒഴുകി വന്നാണ്ട് ഇവിടെ ഒരു പാലം കാണുന്നുണ്ട്. ആ പാലം കഴിഞ്ഞിട്ട് ആ റെയിൽവേ പാളം ക്രോസ് ചെയ്ത് ആ തോട് പോവുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ബോർഡ് കണ്ടോ, ഇവിടെ ആ പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പം പറഞ്ഞില്ലേ ആ തോടിൻ്റെ കാര്യം, അത് തന്നെ. അതിനടിക്കേ വേണ്ട, ഈ റെയിൽവേ ക്രോസാണ്. റെയിൽവേ ക്രോസ് എന്നല്ല, പാളമാണ്. ഇത് ട്രിവാൻഡ്രം സൈഡിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഏത് ട്രെയിനാണ് നമുക്ക് നോക്കാം. തിരുവനന്തപുരം കത്രയോ, ശ്രീദേവി മാതാ വൈഷ്ണവി ദേവി കത്ര. കന്യാകുമാരിക്ക് പോകുന്ന ട്രെയിനാണ് തോന്നി. ഈ പാത കണ്ടോ, ഒരു നാരോ റൂട്ടിലെ ഒരു ഓട്ടോയോ ചെറിയൊരു മാരുതി കാറൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ സ്പേസ് ഇല്ലാത്തവർ തോന്നും. നേരത്തെ ഒരു കാർ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല, നല്ല രസമായിരുന്നു കാണാൻ. ഇപ്പോഴേ ഇത് കണ്ടോ, ഈ ഓപ്പോസിറ്റാണ് ഈ വീട് കണ്ടോ. ഈ തൃശ്ശൂർ ഏരിയയിൽ, അതായത് ഈ വടക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൗൺഷിപ്പെല്ലാം വിട്ട് കഴിഞ്ഞ് ഇതേപോലെ പഴയ കാലത്ത് ധാരാളം വീടുകൾ കാണാം, ഇന്നും പൊളിച്ച് മാറ്റാതെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വണ്ടി പോകുമ്പോഴേ വലിയൊരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നും അല്ലേ. റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ഇവിടുന്ന് കാണാം. ഒരു ബൈക്ക് മിന്നി കയറി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഈ സർവീസ് റോഡിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ
ഒരു പച്ച ഇതിൻ്റെ പേരെന്തുവാണോ പേര് എനിക്കറിയാമായിരുന്നു, പക്ഷേ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നില്ല പേര്. ഇതിങ്ങനെ വലിച്ചു കിട്ടിയതിൻ്റെ ഉദ്ദേശം എന്തോ ഇവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ടാങ്കർ ട്രെയിൻ പാസഞ്ചർ ട്രെയിനല്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുവാണ്. ഈ നെറ്റിങ്ങിന് ഇട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്തറിയാമോ? വേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. അതായത് ഇപ്പോൾ ഈ ഇലക്ഷനെ അടുപ്പിച്ചങ്ങോട്ട് നമ്മുടെ കോർപ്പറേഷൻ കൊണ്ടുവന്ന് ചെയ്ത ഒരു പരിപാടിയാണ്. ബൈക്കിലും മറ്റു വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഇതുവഴി വേസ്റ്റ് അങ്ങോട്ട് വലിച്ച് എറിയും അങ്ങോട്ടെ. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ എന്നോട് ഇതിന് വിവരം പറഞ്ഞാണ്. അത് ഒരുപാട് ഫൈറ്റ് ചെയ്തു ഇതിനെതിരായിട്ട്, പക്ഷേ നടക്കുന്നില്ല. ആ വേസ്റ്റ് ഇടിയിൽ നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ പ്രശ്നമാണ്. ഈ തൃക്കോവിൽ ശിവക്ഷേത്രം ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഇങ്ങോട്ടാണ്. നമുക്ക് അവിടം വരെ ഇത് പോയി നോക്കാം. ഫണ്ടാരം കണ്ടത് അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫണ്ടാരം ഞാൻ കാണുന്നത്. വഞ്ചി ശിവലിംഗത്തിൻ്റെ ഒരു മാതൃകയിൽ ഒരു വഞ്ചി. ഈ വീട് കണ്ടോ, നല്ല പഴയ ഒരു വീട് കേട്ടോ, കാണാൻ രസമുണ്ട്. ആ ജനൽ പോലെ ഭാഗം കണ്ടോ, വലിയൊരു ജനൽ. നമ്മുടെ ക്ഷേത്രത്തിന് തൊട്ട് ഫ്രണ്ടിലെത്തി കേട്ടോ. ഓം നമ ശിവായ. ഒരു ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഒതുങ്ങിയ ചെറിയൊരു ക്ഷേത്രം അല്ലേ, ചെറിയ സ്പേസിനുള്ളിൽ. വെള്ളിത് വെക്കുന്ന സാധനമാണ് കേട്ടോ. അടിപൊളിയൊരു ക്ഷേത്രക്കുളവേ. പിന്നെ ഭംഗിയാണ്, നല്ല പച്ച കളറാണ് കേട്ടോ. എനിക്ക് നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും ഈ നല്ല ആഴമുള്ള ഇതേപോലെ കുളത്തിലൊക്കെയാണ് ഇങ്ങനെ നല്ല പച്ച കളറായിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ തെങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കി നോക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നാ ഗ്രീനിഷാണ് നോക്കി. ആ ഫ്രെയിം അടിപൊളിയായിട്ടുണ്ടല്ലേ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ആ ക്ഷേത്രം, ആ കുളം, ക്ഷേത്രത്തിലേക്ക് വരുന്നൊരു റോഡാണ്. അപ്പോൾ അവിടെ കോർപ്പറേഷൻ്റെ ജോലിക്കാരാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ സൈഡ് മൊത്തം പോച്ച ചെത്തി കളയുന്നൊരു ജോലി നടക്കുകയാണ്. കോർപ്പറേഷൻ വർക്കാണോ? നമ്മൾ കണ്ടില്ലേ, അത് കോർപ്പറേഷനിലെ ജോലിക്കാരാണ് കേട്ടോ. നവാസ് ആണെന്ന് പുള്ളിയുടെ പേര്, നവാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതേപോലെ ആ ചേച്ചിയുടെ പേര് ദേവി. ഓക്കെ, അവരോട് കുറച്ച് നേരം സംസാരിച്ചു. എന്താ പരിപാടി എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബിൻ്റെ ഒരു വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പുള്ളിക്കാരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായി കേട്ടോ, ഇവർ തൊഴിലുറപ്പിൻ്റെ പണിക്കാരാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷെ കാക്കിദാരി അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാക്കി ഇടുമോ തൊഴിലുറപ്പിൻ്റെ പണിക്കാർ? എന്തെങ്കിലും അവിടെ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ തനി ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് കേട്ടോ. ഇത് റെസിഡൻസ് ഏരിയയാണ് കംപ്ലീറ്റ്. ചെറിയ റോഡ്. സംഭവം രസമുണ്ട്. അതായത് നമ്മളിത് ഈ തൃശ്ശൂർ ടൗൺ വിട്ട് ഉള്ളിലോട്ട് കയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പഴമ ഫീൽ ചെയ്യുന്നൊരു ഒരു വൈബ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഞാൻ സത്യത്തിൽ ഉദ്ദേശിച്ചത്. കുറച്ച് വീട് കഴിഞ്ഞുകൊണ്ടേ പിന്നെ കംപ്ലീറ്റ് വലിയ വലിയ വീടുകളായി. ഒരു പോഷ് ഏരിയയാണ് ഞാൻ കവർ ചെയ്ത, കംപ്ലീറ്റ് പോഷ് ഏരിയയാണ് കേട്ടോ. ഇങ്ങനൊരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്, ഈ ഒരു കോർണർ ഭാഗത്തേക്ക്. അതിൻ്റെ ഒരു പേര് തന്നെ ഉണ്ടോ, ഐശ്വര്യ കോർണർ. സാധാരണ ഐശ്വര്യ നഗർ ഒക്കെ അങ്ങനെയൊക്കെ ഒരു പേര് വരുന്നത്. ഐശ്വര്യ കോർണർന്ന് അങ്ങനെ ഒരു പേര് ഞാൻ അതേടെ കേൾക്കുന്നത്. പോകുന്നു ഒരു ആംബുലൻസ്. ഇപ്പം നമ്മൾ നടന്ന് ഇവിടെ വന്ന് ഇങ്ങനൊരു സ്ഥലത്ത് വന്നു കേട്ടോ. ഇതാണ് കൂർക്കഞ്ചേരി എന്ന് പറയുന്നൊരു ഭാഗമാണ്. കൂർക്കഞ്ചേരി എന്നൊരു സ്ഥലമാണ്. ആ സ്ഥലം പ്രോപ്പർ കൂർക്കഞ്ചേരിക്ക് തൊട്ട് അപ്പുറത്താണ്. കൂർക്കഞ്ചേരിയുടെ അതായത് ഒരു തങ്കമണി കിണർ ജംഗ്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഭാഗത്ത് തങ്കമണി കിണർ ജംഗ്ഷൻ. പക്ഷേ തങ്കമണിന്ന് ഇവിടെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന ഒരാൾ ആ പുള്ളിക്കാരോട് ചോദിച്ചപ്പോഴാണ് പുള്ളിയാണ് എനിക്ക് പറഞ്ഞത്. നമ്മൾ അതുകൊണ്ട് ഈ ഒരു റൂട്ടിലാണ് ഇങ്ങോട്ട് നടന്നു കയറി വന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ 1.5 കിലോമീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ടൗണിലേക്കാണ് ചെല്ലുന്നത്, തൃശ്ശൂർ ടൗണിലേക്ക്. ഈ റോഡ് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ
തൃപ്രയാറെല്ലാം പോകുന്ന വഴിയാണ്. തൃപ്രയാർ പിന്നീട് എൻ്റെ പേരെന്താണ്, ഓ സ്ഥലപ്പേര് ഞാൻ വിട്ടുപോയല്ലോ. നമ്മുടെ ഇരിഞ്ഞാലക്കുട ആ ഭാഗത്തേക്ക് പോകുന്നൊരു വഴിയാണ്. ഇതിൻ്റെ ചുവട്ടിരുന്നപ്പോൾ നല്ല വൈബുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. കൂടിഞ്ഞ് കളിക്കുന്നത് വീട്ടിൽ കാക്കയൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഒരു ശിവക്ഷേത്രം കണ്ട കേട്ടോ. ഇതിൻ്റെ പേര് അച്ഛൻ തേവർ ശിവക്ഷേത്രം, കൂർക്കഞ്ചേരി തൃശ്ശൂർ. അതിൻ്റെ ഒരു ഭണ്ഡാരപ്പെട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ആ ക്ഷേത്രം. ഒരു പഴയ കാലത്തൊരു ക്ഷേത്രം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് കംപ്ലീറ്റ് മാക്സിയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ടോ, ഒരു ഭംഗിയുണ്ട് കാണാം. തൃശ്ശൂർ ബോർഡ് വെച്ചൊരു ബസ്. ഉരുക്കുന്നത് ഇവിടെ തന്നെയാണ്. ചായ കുടിക്കാൻ കയറി കേട്ടോ. ചേട്ടാ 2 പുളിമുട്ടായി വാങ്ങിച്ചു. പുളിമുട്ടായി പേര് പോലെ തന്നെ അടിപൊളി പുളിയാണ് കേട്ടോ. മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ, മെട്രോ ജംഗ്ഷൻ, തൃശ്ശൂർ. ഇതാണ് കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ്റെ മാലിന്യം നിറഞ്ഞ ഒരു കററാന്ന് കിടക്കുന്ന ഒരു വെള്ളം കണ്ടില്ല. അതാണ് ആ തോടാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ കറുത്താണ് ഒഴുകി പോകുന്നത്. എന്നാ വേസ്റ്റാന്ന് നോക്കി. അതുകൊണ്ട് ഇതാ വേസ്റ്റ് ഇങ്ങോട്ട് കംപ്ലീറ്റ് തട്ടുവാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഓടലൂടെ വരുന്ന മൊത്തം ഇങ്ങോട്ട് മറിയാണ്. ഒന്നും പറയാനില്ല. അതൊരു ടൗൺഷിപ്പിനകത്തുള്ളൊരു തോട്, ഇങ്ങനെയുള്ള ജലാശയങ്ങളൊക്കെ അവസ്ഥ ഇതാണ്. നമ്മുടെ കേരളത്തിലുള്ള ഇങ്ങനെ തോടുകളുടെ അവസ്ഥ, അതായത് ടൗൺഷിപ്പിനകത്തുള്ള എല്ലാ തോടുകളും ഇതേപോലെ ജലാശയം മൊത്തം ഇങ്ങനെ മാലിന്യമാണ്, കറുത്ത നിറത്തിൽ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത്, തൃശ്ശൂർ എന്നല്ല കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ നമ്മുടെ ടൗൺഷിപ്പിനകത്തുള്ള ഇതേപോലുള്ള തോടുകൾ, കനാലുകൾ, മറ്റ് ജലാശയങ്ങളൊക്കെ ഏറ്റവും നീറ്റ്നെസ്സായിട്ട്, ഏറ്റവും വൃത്തിയായിട്ട് പരിപാലിക്കേണ്ടതാണ്. കണ്ടോ, ഒരു വീട് കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഒരു ഗ്രാസൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ വഴി എന്ന് പറയുന്നത് നമ്മുടെ KSRTCയിലേക്കും അതേപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ അങ്ങോട്ട് നമ്മുടെ ശക്തി സ്റ്റാൻഡിലേക്കൊക്കെ പോകണം. നമ്മുടെ ശക്തി സ്റ്റാൻഡിൽ നിന്ന് പോകുന്നൊരു വണ്ടി തൃശ്ശൂർ ചേർപ്പ് പഴുവിൽ നിന്നാണോ, അങ്ങനെയാണ് ഞാൻ വായിച്ചത്. തൃശ്ശൂർ സൈലം ഇതാണ് കേട്ടോ, ഒരു ബിൽഡിങ്ങാണ്. ആ സൈലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ കിയയുടെ ഒരു ഷോറൂം ഇവിടെ കാണാം. തൃശ്ശൂരെ ഏക ഷോറൂം ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ മാരുതി സുസുക്കിയുടെ സർവീസ് സെൻറ്റർ ഇവിടെ കാണാൻ പറ്റും. നിറയെ വാഹനങ്ങൾ, സർവീസ് ചെയ്യാനുള്ള വാഹനങ്ങളായിരിക്കാം ഈ കിടക്കുന്നത്. ഇതാ നമ്മൾ കണ്ട ആ തോട് കണ്ടോ, ഇവിടുന്നേ നല്ല കറുത്ത കളറായിട്ടാണ് ഒഴുകുന്നത്. ഇതെന്നാ ദയനീയമായി നോക്കി. നാണക്കേട് പോകുന്നില്ലേ ഇവിടെ ഭരണാധികാരികൾക്കും നാട്ടുകാർക്കും. ഏതാണ് ഒരു കുക്കൊക്കെ പറന്നു പോകുന്നു, കറുത്തൊഴുകുന്നത്. ഇത് കണ്ടിട്ടും ഒരു കണ്ണിച്ചോരയില്ലാത്ത അതോറിറ്റിയൊക്കെ ആയതുകൊണ്ടേ എന്താ പറയുന്നറിയാൻ വയ്യ. ഇതാണ്ട് ഈ ചെറിയൊരു കലുങ്കാണ് കേട്ടോ.
ചെറിയൊരു പാലം. ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം. ഷോ, ഇത് വേസ്റ്റൊക്കെ വന്ന് തടഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇവിടെ അങ്ങോട്ടൊരു മസ്ജിദ് കാണാം. മസ്ജിദിൻ്റെ ഒരു എൻട്രൻസ് ഇവിടെ കാണാം. ഇത് കണ്ടോ, ഇങ്ങോട്ട് വന്നപ്പോഴേ കണ്ട് ഈ ഒരു ബിൽഡിങ് കണ്ടോ, പാനലിംഗ് ഒക്കെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതായത് ഒരു ഇക്കോ ഫ്രണ്ട്ലി പോലെ കംപ്ലീറ്റ് ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടർത്തി ആ സൈഡിൽ കൂടെ വളർത്തിയിട്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇങ്ങനൊരു ഭാഗത്ത് വന്നിരിക്കുക. ഇവിടെ ഒരു സന്തോഷം എന്ന പേരിലൊരു ബസ് കിടക്കുന്നുണ്ട്. നീല കളർ, വൈറ്റ് ബോർഡർ. അതിലൂടെ പോകുന്ന വഴി ഏതാ? ശക്തൻ ആ വഴിക്കാണ് ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി. നമ്മൾ അങ്ങോട്ട് പോകാം. വീണ്ടും ആ തോടിൻ്റെ മറ്റൊരു പോർഷനിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങോട്ട് അടിഞ്ഞ് കിടക്കുന്നുണ്ടോ? എന്നാ കഷ്ടമാണെന്ന് നോക്കുമല്ലോ. കംപ്ലീറ്റ് മാലിന്യമാണ്. ആരും കാണുന്നില്ലയോ? കണ്ണ് തുറന്ന് നോക്കൂ അധികാരികളെ. കാവുങ്കൽ ആഗ്രോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം. ഇത് നമ്മളൊരു ചെടി പടർത്തിയിട്ടിരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയുണ്ട്. ഇത് തൊട്ടിപ്പുറത്ത് തന്നെ വലിയൊരു ബിൽഡിംഗ് ആണെന്ന് കേട്ടോ. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെൻ്റർ എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ കണ്ടു. ആ തെങ്ങുകൾ വയ്ക്കുന്നുണ്ടോ, തെങ്ങ്, പിന്നെ ഒരു ബിൽഡിങ്. ആ വളവ് കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ കാണാം അവിടെ വലിയൊരു ബിൽഡിങ്. തൃശ്ശൂർ ടവേഴ്സ് ഹോട്ടൽ. ഇത് ഹോട്ടലാണ്, ആർടെക്. എന്നാ ബിൽഡിങ്ങാന്ന് പറഞ്ഞ പോലെ. ഞാൻ ആദ്യം വിചാരിച്ച് ശക്തനിലേക്ക് ആ വഴി അങ്ങോട്ട് പോകണമെന്നാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസൊക്കെ ഇല്ലേ, അപ്പോൾ അത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു വർക്കേഴ്സിൻ്റെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണിത്. അതിൻ്റെ ഹെഡ് ഓഫീസാണ് കേട്ടോ. ആ ഹെഡ് ഓഫീസ് തൃശ്ശൂർ. അവരുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ക്ലബ്ബ്, യുവജന സമാജം വെളിയന്നൂർ. വെളിയന്നൂർ എന്ന് പറയുന്നൊരു ഭാഗത്താണ് നമ്മൾ വന്നത്. അങ്ങോട്ട് വഴി കിടക്കുന്നു, ഇങ്ങോട്ടും വഴി കിടക്കുന്നു. നമ്മുടെ പഴയ ആ മതിൽ കണ്ടോ, മതിൽ. ഇത് പഴയ വീട് തന്നെയായിരുന്നു, വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വയ്യ. ഒരു രസമുണ്ട്, കാണാൻ ഒരു രസമുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു പൗരാണികമായ കുറേ കാഴ്ചയിലേക്കൊക്കെ ശരിക്കും വന്നത് കേട്ടോ. പണ്ടത്തെ മതിൽ കണ്ടോ, ആ മതിൽ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. പഴയ കാലത്തെ വീട്. രണ്ട് അമ്മച്ചിമാരൊക്കെ കൊടുത്തിരിക്കുന്നത്. പഴയ ഒരു വീട് നമുക്കിവിടെ കാണാം. ഇതാണ്ടോ ഒരു പഴയ വേറൊരു വീട്. ഇവിടെ താമസമില്ല തോന്നുന്നു. ഇവിടെ മതിലൊക്കെ ഡാമേജ് ആയി പൊളിക്കണം. ഇവിടെ കംപ്ലീറ്റ് ഇതേപോലെ ഈ പറഞ്ഞ പോലെ പഴയ കാലത്ത് വീടുകളായിരുന്നു കേട്ടോ. അതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ വലിയ വലിയ വീടുകളൊക്കെ ഇവിടെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10-50 വർഷം മുമ്പുള്ള ഇവിടുത്തെ ഒരു കാഴ്ച എന്തുമായിരിക്കും അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെട്ടുകല്ലിൻ്റെ ഇതാണ് കേട്ടോ, മതിലാണ്. കുറച്ച് ഭാഗം ഇവിടെ കാണാം. ഇവിടെ അന്നത്തെ ചെറിയ റോഡാണ്. ആ റോഡിന് ഇപ്പോഴും വീതിയൊന്നും വന്നിട്ടില്ല. ഇതിനടുത്തൂടെ ചെറിയൊരു ഓട ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, പഴയ വീട് കണ്ടോ, ഇതിപ്പോഴും സംരക്ഷിച്ചിട്ടേക്കുന്നുണ്ട്. നോക്കേ, ടാർപ്പൊക്കെ കെട്ടി ഇങ്ങനെ. തൃശ്ശൂർ കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ കാണാൻ
TCC. ഈ ഒരു മതിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മതിലാണ് കേട്ടോ. അതിൻ്റെ നിർമ്മിതി അങ്ങനെയാണ്. എനിക്ക് ഒരു 10-100 വർഷമെങ്കിലും പഴക്കം കാണും. അതിൽ മേൽ കണ്ടെങ്കിലേ ഉള്ളൂ. കണ്ടോ, പഴയ രീതിയിലുള്ളൊരു ഷെയ്ഡ് പോലെ കാണും. ലൈനുകളൊക്കെ പോയിരുന്നുണ്ട്, ലൈനുകൾ. പിന്നെ അതേപോലെ ഇവിടെ ഒരു വലിയൊരു മുത്തശ്ശിമാവ് കാണാം കേട്ടോ. ഈ കനവില്ലെങ്കിലും കുറേ വർഷം പഴക്കമുള്ള, അത് കാണുമ്പോഴേ അറിയാം, അതിൻ്റെ തടിയെ കാണുമ്പോഴേ അറിയാം. ഒരു മുത്തശ്ശിമാവ്, ഒരുപാട് നിറയെ മാങ്ങകളെല്ലാം പിടിച്ചെടുപ്പുണ്ട്. ഇത്തരം പൗരാണികമായ കാഴ്ചകൾ ഈ തൃശ്ശൂർ ടൗണിനകത്ത് തന്നെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തോട്ട് കയറണം എങ്കിലേ നമുക്കറിയാൻ പറ്റും. മതിലിവിടെ അവസാനിക്കുകയാണ്. രാഷ്ട്രദീപികയുടെ ഒരു ഓഫീസ് ഇതാണോ? ജോയ്സ് ബിരിയാണി ഊണ്. നമ്മളങ്ങനെ രാഷ്ട്രദീപികയുടെ തൊട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇത് രാഷ്ട്രദീപിക ഇതിൻ്റെ മെയിൻ ഓഫീസാണോ ഇത്? ഇതെന്താ ഇവിടെ സംഭവം? ഇവിടെ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണമൊക്കെ. എനിക്ക് മനസ്സിലായില്ല. എനിക്കിതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല കേട്ടോ. ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഇവിടെ ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഇതിനോട് ചേർന്ന് ഇതാണ്ട് ഒരു പഴയൊരു വീട് ഇവിടെ കാണും കേട്ടോ. 2 നില പഴയൊരു മതിൽ കുറേ ഡാമേജ് ആയിട്ടുണ്ട്. അതിൻ്റെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇതേപോലെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ബിൽഡിങ് ഇതിനകത്ത് നമുക്ക് സംരക്ഷിച്ചിടാൻ പറ്റും. ഇതിങ്ങനെ ഇവർ ചെയ്തതുകൊണ്ട് എന്തായാലും നല്ല ക്യാഷ് ചിലവാണ്. ഇങ്ങനെ ചെയ്തതുകൊണ്ടേ അത് കുറേ വർഷങ്ങൾ കൂടി നമുക്കിങ്ങനെ ലാസ്റ്റ് ചെയ്തോളും. ഇതിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ടോ? പടിപ്പുര പോലുള്ള ഭാഗം. പടിപ്പുര എന്നല്ലേ ഇതിന് പറയുന്നത്. ഇത് പടിപ്പുര ഉണ്ടോ? അതുകൊണ്ട് ഈ മതിലൊക്കെ ഇങ്ങനെ പോയിരിക്കുന്നു. മതിലൊക്കെ ഇങ്ങോട്ട് ഏത് സമയത്തും വീഴുമെന്നൊരവസ്ഥ നിൽക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കറക്റ്റായിട്ടൊന്ന് കെട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുപോലെ അവർ അത്രയൊന്നും മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് അവർ തയ്യാറായത് തന്നെ വലിയ കാര്യം. കംപ്ലീറ്റ് ഡാമേജായി പോയതാണ് കേട്ടോ. ഓപ്പോസിറ്റ് കാണുന്നൊരു ബിൽഡിങ്ങാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെ കാണുന്നൊരു ബിൽഡിങ്ങിൽ ഇതുണ്ടോ, ഒരാലാണ് കേട്ടോ. ഒരാല് കയറിയ ഒരു ഡിസൈൻ ചെയ്ത് വളർന്നേക്കുന്നുണ്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു വേരാണ് ഈ കയറിപ്പോയേക്കുന്നത്. പിന്നെ ഭംഗിയുണ്ട് നോക്കി. ആർട്ടിസ്റ്റ് വരച്ച് വെച്ചതുപോലെ തോന്നിക്കുന്നുണ്ട്. പടിപ്പുരയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. മതിലുണ്ടോ? മതിലിപ്പം എമർഷൻ പെയിൻ്റ് അടിച്ച് ഒരു അവസ്ഥയിൽ ഇട്ടിരിക്കുകയാണ്. ഒക്കെ ഒരു ഭംഗിയുണ്ട്. ഈ ഭാഗത്ത് അതിൻ്റെ ഒരു പഴമ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് മതിലിനെ. എന്നാ ഭംഗിയാണ് നോക്കുന്നത്. ഇതുണ്ടോ ഈ ഒരു ബിൽഡിങ്, ഒരു മേളിലൊരു ബാൽക്കണിയെ കാണാം. ഇത് മേളിലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ? ആ തെങ്ങും ആ പഴയ വീട് ഇതെല്ലാം കൂടെ ആ ഫ്രെയിമിലേക്ക് വന്നപ്പോഴേ ഈ ഫ്രെയിമിനൊരു നല്ലൊരു റിച്ച്നെസ് ഉണ്ടല്ലേ. സംഭവം പൊളിയായിട്ടുണ്ട്. കൊല്ലത്തേക്കൊരു സൂപ്പർ ഫാസ്റ്റ് വന്നു. ഏത് ഡിപ്പോയിൽ വണ്ടിയാണ്? കൊല്ലം ഡിപ്പോയിൽ വണ്ടിയാണോ? നല്ല തിരക്കായി. നമ്മൾ ഇത്രയും നേരം നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു വഴിയിലൂടെയൊക്കെയല്ലേ പോയത്. ഇവിടെ നല്ലൊരു തിരക്കിലേക്ക് നമ്മൾ വന്ന് കയറിയത്. നമ്മളങ്ങനെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ബസ്സെല്ലാം കൂടെ നിരന്ന് കിടക്കാൻ നോക്കിയവര്. നമ്മളങ്ങനെ KSRTC സ്റ്റാൻഡിലേക്ക് കയറുക. ഇവിടെ ഭായിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നു.
ഗോവിന്ദാപുരം. ഇതെവിടാ? ഗോവിന്ദാപുരം പാലക്കാടാണോ? കോഴിക്കോട് പൊള്ളാച്ചി. നിരവധിയായ വണ്ടികൾ ഇവിടെ കിടക്കുകയാണ്. KSRTC സ്റ്റാൻഡ് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. കണ്ടോ, അതായാലും ബിൽഡിംഗ് അതാണ്, പഴയ ബിൽഡിംഗ്. അതെല്ലാം പൊളിച്ചു മാറ്റുകയാണ്. ഇതിൻ്റെ പണി എന്ന് തീരുമെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മൾ തൃശ്ശൂരിൻ്റെ ഒരു മിനിമം കാഴ്ചകൾ മാത്രമാണ് നമ്മൾ കണ്ടത്. അതായത് തൃശ്ശൂരിൻ്റെ ഒരു വളരെ 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 ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മളിപ്പം ഇന്ന് കവർ ചെയ്തത് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ, തൃശ്ശൂരിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിവിടെ നിർത്തുകയാണ്. തൃശ്ശൂർ നമുക്ക് കാണാൻ ഒരുപാട് ഇനിയുണ്ട്. ഒരുപാട് കാഴ്ചകൾ, അത്ഭുതപ്പെടുത്തുന്ന, കൗതുകം ഉണർത്തുന്ന, ആവേശം ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ തൃശ്ശൂരിനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളെ കാഴ്ചകൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക, അതെന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഇനിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് അടുത്ത പല വീഡിയോയിലൂടെ നമുക്ക് കടന്നു പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്.